ഞാൻ മനസ്സിലാക്കിയ ഖുർആനിൽ എന്താ ഉള്ളത്? ഈ പറയുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന് കാരുണ്യമായി അവതരിപ്പിച്ച പ്രവാചകന്മാരുടെ ശ്രേണികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അന്നത്തെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിയെ കുറിച്ചാണെങ്കിൽ അതിന്റെ അനുയായികൾ അത് തന്നെയാണ് വിശ്വസിക്കേണ്ടത്, അത് തന്നെയാണ് പോകേണ്ടത്. റസൂലുള്ളാഹിയിൽ അപ്പുറത്തേക്കൊന്നും നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഇനി അദ്ദേഹമാണ് നിങ്ങൾക്ക് ഖുർആനും സുന്നത്തുമാണ് നിങ്ങൾക്ക് പൂർണ്ണമാക്കി തരേണ്ടതെങ്കിൽ ഖുർആൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആചരണമാണ് അന വ സ്വാബിഹിന, എന്താ അലേഹി വസ്വാബിഹി, അതന്നെ അന അലേഹി വസ്വാബിഹി, ഞാനും എന്റെ സ്വഹാബത്തുമാണ് നിങ്ങൾക്ക് മാതൃക. അതിലപ്പുറത്തേക്ക് വേറെ ഒരു സാധനത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ടോ? എന്താ മാതൃക? നബിയുടെ സർവ മതങ്ങളെയും ഒരുപോലെ സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിന് കാരണം എന്താ? ഖുർആനാണ്. അങ്ങനെ ഖുർആൻ പറഞ്ഞതിൽ അതിലപ്പുറത്തേക്ക് നബിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാൻ പാടില്ലല്ലോ. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനല്ലല്ലോ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്, അല്ലെ? ഒരാൾ ദൂതനായി വരിക വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഇന്ത്യ ഗവൺമെന്റ് ദൂതനാച്ചാൽ ഇന്ത്യ ഗവൺമെന്റ് എന്താണോ പറഞ്ഞു വിട്ടത് അത് പറഞ്ഞു കൊടുക്കുക, അല്ലാതെ പാകിസ്ഥാൻ ഗവൺമെന്റ് പറയണത് ശരിയല്ല. അത് നല്ലതാണെങ്കിലും. അപ്പൊ അദ്ദേഹം നമ്മുടെ അള്ളാഹുവിന്റെ ദൂതനാണെങ്കിൽ അദ്ദേഹം ഏത് ഗ്രന്ഥത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഏത് വഹയ്ക്കനുസരിച്ച് ജീവിക്കണം? അൽ ഫുർഖാൻ, ഫുർഖാനുൽ അലീം, ഫുർഖാനുൽ കരീം ഒക്കെ പറയുന്ന ആ വെളിപാട് ആ ദാലിക്കൽ കിതാബിനനുസരിച്ച് പോകണം. എന്താ? സൂറത്തുൽ ബഖറ ദാലിക്കൽ കിതാബ് തുടങ്ങുന്ന അധ്യായം. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വനസാറ വസ്വാബീന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാഹും അജ്റഹും മിൻ റബ്ബിഹിം ലാ വഅമില സ്വാലിഹീൻ ല ഫലാഹും അജ്റഹും മിൻ റബ്ബിഹിം ലാ ഖൗഫുൻ അലൈഹിം. എന്താ? ഇന്നല്ലദീന ആമനു, വിശ്വസിച്ചവനാകട്ടെ, വല്ലദീന ഹാദു, യഹൂദനാകട്ടെ, വനസാറ, നസ്രാണിയാകട്ടെ, സ്വാബീന, സ്വാബിയന്മാര് എന്ന് പറഞ്ഞാലേ അന്ന് കാലത്ത് അവിടെയുള്ള ബാക്കി അൽക്കുൽത്ത് ജാതികൾ, ഇവിടെ ഇന്ത്യ ആകുമ്പോൾ ഞങ്ങളെപ്പോലുള്ള അൽക്കുൽത്തുകളൊക്കെ അതിൽ പെടുന്ന കൂട്ടാം, അല്ലെ? നമ്മളതിൽ മതി. അങ്ങനെയുള്ളവരും ആയിക്കോട്ടെ എന്നാ പറഞ്ഞ. അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും ഒരു വ്യത്യാസവും എന്റെ ഖുർആനിൽ ഞാൻ കാണുന്നില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൽ വിശ്വസിക്കുക. പിന്നെയോ വിശ്വാസം ദൈവം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ ഒന്നിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ തമ്മിലൂടെ വരേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ വേദി പങ്കിടൂല വിശ്വാസം ഇല്ലെങ്കിൽ. ദൈവം എന്ന് പറയുന്ന ഒരു വികാരം എനിക്കുണ്ട് കേട്ടോ. മാത്രമല്ല എനിക്കത് വലിയ സന്തോഷമാണ്. കാരണം കിടന്നുറങ്ങുമ്പോൾ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഈ ധൈര്യമാണ് പഠിച്ചോണ്ട് എന്നുള്ളൊരു തോന്നൽ. വളരെ സിമ്പിളാണ്. അത് തെറ്റേക്കാരം, പക്ഷെ എന്തോ എനിക്ക് ഉപകാരം ഉണ്ടാവും വിശ്വാസം കൊണ്ട്. അപ്പൊ ദൈവം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഉറക്കം പോകുമ്പോണ്ടല്ലോ, ചാകാതെ ദൈവം കാത്തോളും, അല്ലെങ്കിൽ ഇന്ന അങ്ങനെ ബുദ്ധിമുട്ടിലേക്കൊന്നും എത്തിക്കൂല ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ച് കിടന്നുറങ്ങുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിലാണ് ഞാൻ ജീവിക്കണത്. അല്ലാതെ ശാസ്ത്രീയമായിട്ടൊന്നും ഞാൻ തെളിയിക്കാൻ പോയിട്ടില്ല. അത് തെളിയിക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ ബാപ്പാന്റെ DNA ടെസ്റ്റ് കൊടുത്തിട്ടില്ല, എന്നിട്ടല്ല ഞാൻ ബാപ്പാന്ന് വിളിച്ചത്. നിങ്ങളെ ബാപ്പാരെയൊക്കെ DNA ടെസ്റ്റ് ശാസ്ത്രീയമായതിനു ശേഷമാണോ അച്ഛ എന്നൊക്കെ വിളിച്ചത്? ഞാനല്ല. പക്ഷെ ഇന്ന് കുറെ ആൾക്കാരതാ പറയണത്, ഇത് യുക്തിപരമായിരിക്കണം, ശാസ്ത്രീയമായിരിക്കണം മതം. എന്ത് ശാസ്ത്രീയത മതത്തിൽ വേണ്ടി? ഒരു ശാസ്ത്രീയം വേണ്ട. ബാപ്പാനെ വിളിക്കാം, ഒരു ശാസ്ത്രീയം വേണ്ടെങ്കിൽ പിന്നെ ഈ കാര്യത്തിൽ ദൈവത്തിനെ തെളിയിക്കാൻ നിങ്ങൾ എന്ത് DNA ടെസ്റ്റാ കൊണ്ടുവരിക? ഇനി കൊണ്ടുവന്നിട്ടാണെങ്കിലും അങ്ങനെ ആവശ്യമില്ലാന്ന് എനിക്കതൊന്നും വേണ്ട. അല്ലാതെ തന്നെ ദൈവത്തിന് വിശ്വാസം. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുക, ഖുർആന്റെ ഒന്നാമത്തെ. രണ്ടാമത്തതോ, ദൈവത്തിൽ വിശ്വാസം മാത്രം പോരാ. യേശുക്രിസ്തുവും പറയുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ അടിസ്ഥാനം അതാണ്. പിതാവായ ദൈവത്തെ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. അത് തന്നെയാണ് ദൈവത്തിനെ വിശ്വസിക്കുക എന്നതുകൊണ്ട് ഖുർആനും ഉദ്ദേശിച്ചത്. സ്നേഹിക്കുക ദൈവത്തിനെ. സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നാ മതിയോ? അവിടെയും യേശുക്രിസ്തു അലൈഹി സ്വലാമിന്റെ പുസ്തകമായ ഇഞ്ചീലിൽ പറയുന്നു, ബൈബിളിൽ പറയുന്നു, യാക്കോബ് അപ്പസ്തോലന്റെ ലേഖനം, യാക്കോബ് പറയാണ്, യാക്കോബ് അപ്പസ്തോലന്റെ ഒരു ജേക്കബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുകയും കാണപ്പെടുന്ന സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. എന്തൊരു ശക്തമായ ഭാഷ! ദൈവത്തെ, കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നടക്കുക, കാണപ്പെടുന്ന സഹോദരനെ വെറുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ കള്ളനാകുന്നു എന്ന് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ശിഷ്യൻ യാക്കോബ് അപ്പസ്തോലൻ. ഇത് തന്നെയാണ് ഈ വാചകത്തിലും പറയുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുക, ആഖിറിൽ വിശ്വസിക്കുക, അതൊരു വിശ്വാസത്തിന്റെ കാര്യമാണ്. രണ്ടാമത്തോ വഅമില സ്വാലിഹീൻ. അവിടെയാണ് ഇതിന്റെ താക്കോല്, പാസ്വേഡ് കിടക്കുന്നത്. എന്താണ് ആ പാസ്വേഡ്? അമലുകള്, സ്വാലിഹ്, ഈ വാക്കുകളൊക്കെ ഒന്ന് ചിന്തിക്കുക. നല്ല സ്വീകരിക്കപ്പെടുന്ന അമലുകളാണ്, അല്ലെ? സ്വീകരിക്കപ്പെടുന്ന, അല്ല എന്തെങ്കിലും ചെയ്തുകൊണ്ട്. ഞാൻ ഇപ്പൊ കള്ളു കുടിക്കാൻ ഒരാൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തു, ഒരു സഹായമാണ്, അമൽ തന്നെയാണ്, അല്ലെ? അല്ലെങ്കിൽ വ്യഭിചരിക്കാൻ സഹായം ചെയ്തു കൊടുത്തു, കൊട ചൂടിക്കൊടുത്തു, അല്ലെങ്കിൽ സെലോ ടേപ്പിന്റെ മറവാക്കി കൊടുത്തു, അതും സഹായം തന്നെയാ, മനുഷ്യന് വേണ്ടുന്ന കാര്യം തന്നെയല്ലേ ഇപ്പൊ. പക്ഷെ അത് സ്വീകരിക്കപ്പെട്ട നന്മകളല്ല. സ്വീകരിക്കപ്പെടുന്ന നന്മകൾ, ധാർമ്മികമായ നന്മകൾ ചെയ്യുകയും
ദൈവത്തിൽ വിശ്വസിക്കുകയും ഇതിനൊരു ഒടുക്കമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ വിശ്വാസം ഉണ്ടായതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ, അവിടെയാണ് യേശു പറഞ്ഞത്, പിതാവായ ദൈവത്തെ, നിന്റെ കർത്താവായ ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുക. രണ്ടാമത്തതോ ചോദിച്ചപ്പോൾ പറഞ്ഞു, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതെങ്ങനെയാ പറഞ്ഞത്? എനിക്ക് എന്നോട് എത്രത്തോളം സ്നേഹമുണ്ടോ അത്രത്തോളം ആഗ്രഹം മറ്റുള്ളവർക്കും കൂടി വേണം. എനിക്കൊരു സീറ്റ് കിട്ടിയാൽ ഞാനും ചിന്തിക്കണം, മറ്റൊരാൾക്ക് സീറ്റ് കിട്ടിയാൽ തിരക്കടൊന്നുമില്ല. എന്നെക്കാട്ടിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ കാണുമ്പോൾ എനിക്ക് ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാം. ദൈവമേ, ഈ പ്രായത്തിൽ എനിക്ക് സീറ്റ് കിട്ടണ്ടേ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ. ത്യാഗം ഇവിടെയാണ്. ഇന്നല്ലദീനാമനു വിശ്വസിച്ചവനോ യഹൂദനോ നസ്രാണിയോ സാബിയന്മാരിലോ ആരും തന്നെ ആവട്ടെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഫലാഹും അജ്റഹും മിൻദ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്ന് അവർക്ക് നിശ്ചയമായും പ്രതിഫലമുണ്ട്. ആർക്ക്? ഈ സാബിയന്മാരെന്ന് പറയുന്ന അൽക്കുലത്തിൽപ്പെട്ട ഞങ്ങൾക്കുണ്ട്, അല്ലേ? ഉണ്ടാവണം, അല്ലെങ്കിൽ ഖുറാൻ തെറ്റി. ദേതച്ചങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞാൻ തീരുമാനിച്ചത് ഖുറാൻ തെറ്റൂല എന്നാണ്. ആ വാഗ്ദാനം തെറ്റാതിരിക്കട്ടെ. ആമീൻ. അല്ലാഹുമ്മ തൗഫീഖ് ചെയ്യട്ടല്ലേ. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ.